ജോൺ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ CP ജോൺ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിൽ സംസാരിക്കുന്ന വേളയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ഗുജറാത്തുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ്. 1987-ൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ വിജയം, ആ വിജയം പിന്നീട് ഗുജറാത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പിടിച്ചുകെട്ടാൻ പറ്റാത്ത നിലയിൽ BJP അവിടെ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ സാഹചര്യം കേരളത്തിൻ്റെ മണ്ണിലുണ്ടാകും. അനന്തപുരിയിൽ നിന്നും അങ്ങ് കാസർഗോഡ് വരെ BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന സന്ദേശം നൽകുന്നുണ്ട്. ഒപ്പം ശബരിമല സ്വർണ്ണക്കവർച്ചയെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം ലീഗുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ സഖ്യത്തെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ കേരള സന്ദർശനത്തെ വിലയിരുത്തുന്നത്? ആദ്യമായി നമ്മളെല്ലാ മലയാളികളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും എന്താണ് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുക, നമ്മുടെ നഗരത്തിന് എന്താണ് കിട്ടുക എന്നൊക്കെ കാതോർത്തിരുന്നത്. വലിയ നിരാശാജനകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനോ അല്ലെങ്കിൽ ചെറുതായി കാണാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു നനഞ്ഞ പടക്കമായി പോയി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഒരു സാധാരണ സ്ഥലം MPമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമ്പോഴും നമ്മൾ കരുതിയത് അദ്ദേഹം പറയുമെന്നാണ്. കാര്യമായി ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കേന്ദ്ര സർവകലാശാലയോ അല്ലെങ്കിൽ ഒരു AIMSനെ പോലെ കാത്തിരുന്നൊരു കാര്യമോ തിരുവനന്തപുരത്തൊരു IITയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസി മോഡലിൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി NTPC എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനെ ഉപയോഗിക്കാൻ ഉള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അതുണ്ടാവാതിരുന്നത് കഷ്ടമായി പോയി. കാരണം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നാൽ നമ്മുടെ നാടിന് നല്ലതല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം, വാഗ്ദാന ഭാഗം. രണ്ടാമത്തേത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞതും, കേരള രാഷ്ട്രീയം നല്ല പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ നരേന്ദ്രമോദി. കേരള കാര്യങ്ങളൊക്കെ നല്ലപോലെ എത്രയോ കാലമായി മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും വലിയൊരു പാർട്ടിയായിട്ട് കാണുന്നത് മാവോയിസ്റ്റുകളെയാണ്. കേരളത്തിലെ മാവോയിസ്റ്റുകളെ നമുക്കൊക്കെ പലർക്കും നേരിട്ടറിയാം. അവരാകെ കൂടി എടുത്ത് നോക്കിയാൽ തന്നെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവരിപ്പോൾ ഈ അടുത്ത കാലത്ത് മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിരാഹാരം കടന്നു, മരണത്തിലേക്ക് എത്തുന്നു, പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി അറിയാൻ ജയിൽ ആശുപത്രിയുടെ ജയിൽ സെല്ലിൽ പോയി നോക്കിയ ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ, നിരാഹാരം കിടക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ 5-8 പേരെ വെടിവെച്ച് കൊന്നു പിണറായി വിജയൻ ഗവൺമെൻറ്. അങ്ങനെ അവർ ഒരു വളരെ മാർജിനലൈസ്ഡാണ്. അവരുടെ രാഷ്ട്രീയം, അവരുടെ വ്യക്തികൾ എന്ന് മാത്രം ഇഷ്ടപ്പെട്ടാലും അവരുടെ രാഷ്ട്രീയം 60കളിലാണ് കേരളത്തിലുണ്ടായത്. ഇപ്പോഴാണ് അദ്ദേഹം ഉത്തരേന്ത്യയിലൊക്കെ മാവോയിസം വരുന്നതൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ്. കേരളത്തിലാണ് വസന്തത്തിൻ്റെ ഇടിമുഴക്കം, ചൈനീസ് റേഡിയോ പ്രഖ്യാപിച്ച നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം ഉണ്ടായത് 60, 67, 68 കാലത്താണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം, പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം തുടങ്ങിയ കാര്യങ്ങൾ, കോങ്ങാട് തലവെട്ടിയ സംഭവം, ഇതൊക്കെയാണ് കേരളത്തിലെ മാവോയിസ്റ്റ് വസന്തത്തിൻ്റെ ആദ്യ പതിപ്പുകൾ. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നൊന്നുമില്ല. പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയുമ്പോൾ ഇവിടെ മാവോവാദി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തിനാണ് മാവോവാദികൾക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് BJP നേതാക്കളാണത് പറയേണ്ടത്. മാവോവാദികൾ തന്നെ വളരെ കഷ്ടത്തിലാണ്. മാത്രമല്ല മാറി മാറി പെയ്യുന്ന മഴകളും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാരണം അവർ ഒളിച്ചിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളൊക്കെ ഇരിക്കാൻ പോലും പറ്റാത്ത ഒളിത്താവളങ്ങളായിട്ട് മാറി അവരുടെ പശ്ചിമഘട്ട മേഖലയൊക്കെ തകർന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൽപ്പെട്ട ആളുകളെ വ്യക്തിപരമായി അവരെ നശിപ്പിക്കുന്നതും കൊല്ലുന്നതിനൊക്കെ പോലീസ് തയ്യാറായാൽ അതിനെ എതിർക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് മാവോയിസം രാഷ്ട്രീയമായി കേരളത്തിൽ കഴിഞ്ഞ 60 വർഷക്കാലമായി അല്ലെങ്കിൽ 58 വർഷമായി പടിപടിയായി അത് അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്തിനാണ് ആ അണയുന്ന വിളക്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നെയ്യൊഴിച്ചു കൊടുത്തത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്.
മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഒരു കാലത്ത് കോൺഗ്രസ് ശക്തമായി എതിർത്തു. നെഹ്റു തന്നെ കോഴിക്കോട് വന്ന് മുസ്ലിം ലീഗിനെ എതിർത്ത് പ്രസംഗിച്ചൊരു കാലമുണ്ട്. പക്ഷേ തുടർന്നങ്ങോട്ട് മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ ഒരു മതേതര ന്യൂനപക്ഷ പാർട്ടിയായി, അന്തസ്സുള്ള ഒരു പാർട്ടിയായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, 60 മുതൽ തുടങ്ങിയ അവരുടെ കൊയിലിഷൻ പ്രവർത്തനങ്ങൾ 67 മുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു അവിഭാജ്യ ഘടകകക്ഷിയായിട്ട് 67-69 വരെ CPM-ൻ്റെ അതിനുശേഷം കോൺഗ്രസിൻ്റെയും കക്ഷിയായി വന്നു. ബാബറി മസ്ജിദ് തകർത്തത് മുസ്ലിം ലീഗല്ല. ബാബറി മസ്ജിദ് തകർത്തത് മോദിയുടെ പാർട്ടിയാണ്. ആ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് അന്ന് കേരളം കത്തിയെരിയുന്നൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളെപ്പോലുള്ള ആളുകൾ വഹിച്ച പങ്കും അദ്ദേഹത്തിന് അറിയാമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഏറ്റവും അടുത്തറിയുന്ന KG മാരാർജിയെപ്പോലുള്ള ആളുകൾ അന്ന് പാണക്കാട് സന്ദർശിച്ചു. പാണക്കാട് ശിഹാബ് തങ്ങളെ പോയി കണ്ടു. കാരണം കേരളത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ തീവ്രമായ ചിന്തകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനകത്ത് ഉയർന്നു വന്ന സമയത്ത് തീവ്ര ചിന്തകളുള്ളവർക്ക് മുസ്ലിം ലീഗ് വിടാം, ഇത് തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രമല്ല, തീവ്ര ചിന്തകളുള്ളവർക്ക് പോലും മുസ്ലിം ലീഗിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു മഹാനായ മനുഷ്യനാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ഇന്ന് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് അതിനുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ശിവഗിരിയുടെ ഇതേ ലീഗാണ് ക്ഷണം സ്വീകരിച്ചു. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായത്. മാത്രമല്ല, അങ്ങ് ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം കേരളത്തിൽ ഒന്നുമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയല്ല, മലപ്പുറത്തൊക്കെ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പിന്നീട് 2001 മാറാട് കലാപത്തിൽ തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് മുസ്ലിം ലീഗിന് അതിനകത്തുള്ള റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിന് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മതേതര സ്വഭാവമുണ്ടെന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും? ഞാൻ പറയുമ്പോൾ ഇടപെട്ടാൽ ഞാനിപ്പോൾ മൈക്ക് ഓഫ് ചെയ്യും. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം. കേരളത്തിൽ മുസ്ലിം ലീഗ് ഈ തരത്തിൽ വളരെ പോസിറ്റീവ് റോളാണ് വഹിക്കുന്നത്. മാത്രമല്ല, അന്ന് മാരാർജി അടക്കം പാണക്കാട് പോയ കാര്യം മോദിജിക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ വളരെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങാടിപ്പുറം അമ്പലത്തിൽ അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഓടിയെത്തിയത് ശിഹാബ് തങ്ങളാണ്. എല്ലാ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ഒരു തീപ്പൊരിയോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ എന്തെങ്കിലും എവിടെയെങ്കിലും വന്നാൽ അത് അണയ്ക്കുന്ന ഒരു ഫയർഫോഴ്സ് എന്ന് പറയുന്ന തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുകയാണ്. എനിക്ക് മുസ്ലിം ലീഗിനെ പിന്താങ്ങുക എന്നുള്ളതല്ല, മുസ്ലിം ലീഗിൻ്റെ റോള് കൂടുതൽ പോസിറ്റീവായി വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇതര നിരവധി പാർട്ടികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള പല പാർട്ടികളെ ഞാൻ പേരെടുത്ത് പറയുകയല്ല. അതിനെയെല്ലാം വളരെ മെച്ചപ്പെട്ട തരത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മതേതര ന്യൂനപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗിനെയും മാവോയിസ്റ്റ് പാർട്ടിയെയും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ നിസ്സാരവൽക്കരണമാണ്, ട്രിവിയലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അത് പ്രധാനമന്ത്രിയെപ്പോലുള്ള ഒരു മഹാസ്ഥാനത്തിരിക്കുന്ന BJP-യുടെ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പോലും നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 1-ാം നമ്പർ ആയിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആരാണ് അത് എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തിയ ആ രാഷ്ട്രീയ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഭരണാധിപൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഒരു നനഞ്ഞ പടക്കമാണ്.